ഇന്ന് നേരെ തന്നെ അടുക്കളയിലേക്കായിരുന്നു. കാരണം എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലൊന്നും കഴുകാണ്ട് കിടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ കഴുകി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഇവള് കയ്യിലിരിക്കുന്ന ടൈമിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഇവളെ കയ്യിൽ വെച്ചിട്ട് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് പിന്നീട് കഴുകാമെന്ന് വിചാരിച്ച് ആ പാത്രം അവിടെ ഇടും കേട്ടോ. പിന്നെ അടുത്തെടുക്കണ പാത്രം ഇതെന്തായാലും കിടക്കല്ലേ, ഇനിയിപ്പോൾ അതും കൂടെ അപ്പം കഴുകാമെന്ന് വിചാരിച്ചിട്ട് അതും അവിടെ ഇടും കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് എനിക്ക് കുറേ പാത്രങ്ങളാവും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ നേരത്തെ തന്നെ കഴുകി വെച്ചാൽ മതിയായിരുന്നു, എന്തിനാ ഞാനത് അവിടെ ഇട്ടതാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എന്തായാലും കഴുകണമല്ലോ. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെ കഴുകും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫേസ് പാക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഈ ഫേസ് പാക്ക് ഇപ്പം അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ലല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പക്ഷേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാറില്ല. ഞാനും പൊതുവേ പുറത്തുനിന്നുള്ള ഫേസ് പാക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല, ഇത് തന്നെയാണ് ഇട്ട് ഇടാറ്. എനിക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം റിസൾട്ടൊക്കെ കിട്ടാറുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം എപ്പോഴും എനിക്ക് കഞ്ഞിവെള്ളം ചോറ് വാർക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ കയ്യിൽ കൂടി കഞ്ഞിവെള്ളം കളയുമായിരുന്നു കേട്ടോ. ഇപ്പം കയ്യിൽ കൂടി കളയില്ല, എന്നാലും അത് നിലത്തൊക്കെ നിറയെ പോകാറുണ്ട്. അത് ഇത്രയും നാളായിട്ട് അത് കൂടുന്നതല്ലാണ്ട് കുറയാറില്ല, എല്ലാ ദിവസവും ഇങ്ങനെ കളയാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ നേരെ തന്നെ അതൊക്കെ അടുക്കി പിറക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നു കേട്ടോ. ഇതൊന്നും വെക്കാൻ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, ഞാൻ എവിടെയെങ്കിലുമൊക്കെയാണ് വെക്കാറ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ നാളെ അതെടുത്ത് വേറെ എവിടെയെങ്കിലും വെക്കും കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും ഞാൻ വെക്കാറ്. പിന്നെ അതിനൊക്കെ തട്ടിക്കൂട്ടി അവിടേക്ക് ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി അവിടേക്ക് ഒന്ന് തുടച്ചിട്ട് കേട്ടോ. പിന്നെ സബോളയൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് നേരെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ഇത്രയും പാത്രങ്ങൾ എനിക്കുണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ. കാരണം ഈ പാത്രങ്ങൾ കഴുകാൻ നിൽക്കുമ്പോഴായിരിക്കും ഞാൻ ആലോചിക്കുക എനിക്ക് ഇത്രയും പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന്. പിന്നെ ഞാൻ കറിക്ക് പൊടികളിടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഗരം മസാല കേട്ടോ. ഞാൻ ഇത്രയാണ് ഇടാറ്. പിന്നെ തക്കാളി ഉണ്ടെങ്കിൽ ഞാൻ തക്കാളിയും കൂടെ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തക്കാളി ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ തക്കാളി ഇട്ടിട്ടില്ല. ബാക്കി എല്ലാ പൊടികളും കൂടെ ഇട്ടിട്ട് ഞാൻ ഗ്രീൻ പീസും കൂടെ അത് പച്ചപ്പുറത്ത് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രീൻ പീസും എടുത്തിട്ട് ഇത് കുക്കറിലിട്ട് മൂടി ഇട്ട് വന്നിട്ട് ഒരു 4-5 വിസിലൊക്കെ ഞാൻ അടുപ്പിക്കാറുണ്ട്. ചിലപ്പോൾ 3 വിസിലൊക്കെ അടുപ്പിക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ തലേ ദിവസം തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കില്ല കേട്ടോ. ഗ്രീൻ പീസ് ആയാലും കടലയായാലും ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടൊന്നും വെക്കാറില്ല. ഞാൻ അത് ഒരു എന്ന് വെച്ചാൽ നമുക്ക് കറി വെക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഞാൻ അതിനെടുത്ത് കെറ്റിലിടും കേട്ടോ. കെറ്റിലിട്ട് ഒരു തിളയ്ക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമല്ലോ. പിന്നെ അത് അങ്ങനെ തന്നെ വെക്കും കേട്ടോ. കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടതുപോലെ തന്നെ ആയി കിട്ടാറുണ്ട് എനിക്ക്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ ഈ വെള്ളത്തിലിടുമ്പോൾ ഞാനത് മറന്നു പോകും കേട്ടോ. പിന്നെ അത് നാശമാവില്ല, അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാറില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ചായ കുടിക്കണ കപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പൊട്ടിയെന്ന് അറിയില്ല, അതിൻ്റെ പിടി വേഗം പോയിട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോയി. എനിക്ക് ഇഷ്ടമുള്ള കപ്പായിരുന്നു കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോയി. പിന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് ഈ കണിക്കൊന്നുണ്ടല്ലോ, നമ്മുടെ വിഷുവിൻ്റെ ടൈം ആകുമ്പോൾ പൂക്കത്തേ ഇല്ല കേട്ടോ. പക്ഷേ വിഷു കഴിയുന്ന ടൈമിൽ ഒരുപാട് പൂത്ത് എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ മുറ്റത്തേക്ക് വീട്ടോ. അപ്പോൾ ഇന്നലെയും കൂടെ ഞാൻ മുറ്റടിക്കാത്ത കാരണം കുറേ പൂവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീങ്ങാത്ത കാരണം ഞാൻ കോരി കൊണ്ടാണ് കേട്ടോ കോരി കളഞ്ഞത്. പിന്നെ സോഫയൊക്കെ തട്ടിക്കൊടയാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അത് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോഴേ അവൻ അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, കൂടെ അവളും പോയിട്ടോ. അപ്പോൾ അവൻ ഞാൻ തട്ടിക്കൊടയുന്ന സമയത്ത് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. സോഫ തട്ടിക്കൊടയാൻ ഞാൻ ഇവരുള്ളപ്പോൾ നിൽക്കാറില്ലേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിൽ ചാടി മറിഞ്ഞ് ആകെ കുളമാക്കുക. എനിക്കത് തട്ടിക്കൊടയാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ അവർ ഇങ്ങനെ അപ്പുറത്ത് പോകുന്ന ടൈമിൽ ഉറങ്ങുന്ന ടൈമിലൊക്കെയാണ് സോഫ തട്ടിക്കൊടയാറ് കേട്ടോ. അതിലെന്തോ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൂസിനോട് തുടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ പോണില്ല എന്ന് പറഞ്ഞിട്ട് തറയിലെടുത്ത് കൊടുത്താൽ പോരെ, എന്തിനാ ഇതിൻ്റെ മണ്ടേ കയറ്റി എടുത്ത് കൊടുക്കുന്നത് പറഞ്ഞിട്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ട് അതിനെന്തൊക്കെയോ തല്ലുന്നുണ്ട്, അതിനെന്തൊക്കെ ചീത്ത പറയുന്നുണ്ട്, അത് പോവാത്ത കാരണം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് ഞാൻ എൻ്റെ ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സ്കിൻ കെയർ ഒന്നുമില്ല, ഒരു ക്രീം ഇടും, പിന്നെ ഒരു പൊട്ട് വയ്ക്കും, പിന്നെ ലിപ് ബാം കയ്യിലും കാലിലൊക്കെ ആയിട്ട് ഇടാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കയ്യിലും കാലിലൊന്നും ഇടാറില്ല, ലിപ് ബാമായിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ നേരെ വിളക്ക് വയ്ക്കാൻ നിന്നു കേട്ടോ. വിളക്ക് വയ്ക്കാൻ നിന്ന സമയത്ത് എൻ്റെ ട്രൈപോഡ് നിലത്ത് വീണു. ഫോൺ നിലത്ത് വീണു കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഫോൺ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, മേറ്റിലായിരുന്നു കേട്ടോ ഫോൺ വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.